അങ്ങനെ ഉച്ചയ്ക്ക് ഒരു 2-2:30 നമ്മൾ ലൊപ്പോട്ട ലേക്ക് റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. നമ്മുടെ ഇതിന് മുമ്പത്തെ 2 വീഡിയോസ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ പോയാൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടിന്യൂ. നമ്മളുടെ വീഡിയോസിനൊക്കെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നമുക്ക് ഒന്നേ പറയാനുള്ളൂ. സാകളെ ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആരും പോകരുത്. നമുക്ക് കഹേത്തിയിൽ കുറച്ചുകൂടി സംഭവങ്ങൾ കാണാനുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ ടിബ്ലിസിയിലേക്ക് തിരിച്ചു പോകാൻ. നമ്മുടെ ഇനിയുള്ള അക്കോമഡേഷനൊക്കെ നമ്മൾ അവിടെയാണ് എടുത്തേക്കുന്നത്, ഹിൽട്ടൺ ഗാർഡനിൽ. ഈ ലോക സിനിമയിൽ നീലി പുറത്തേക്ക് ഇറങ്ങി വെയിലടിച്ച് കഴിഞ്ഞാൽ പൊള്ളലേക്കുന്ന പോലെയാണ്. മറിയാമ്മ പുറത്തേക്ക് ഇറങ്ങി വെട്ടം കണ്ട അപ്പോൾ വിശക്കും. അങ്ങനെ നല്ലൊരു ട്രഡീഷണൽ ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വണ്ടി നിർത്താമെന്നുള്ളൊരു ഗ്യാരണ്ടിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൊപ്പോട്ട ലേക്ക് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കഹേത്തിയിൽ നിന്ന് അലവേർദി മൊണാസ്ട്രി കാണാനായിട്ടുള്ളൊരു പോക്കാണ്. അങ്ങ് ദൂരെയാണ് സംഭവം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമപ്രദേശത്തെ കൂടെയാണ്. ഞാൻ നേരത്തെ എൻ്റെ വീടുകളിൽ പറഞ്ഞ പോലെ പൊട്ടിപ്പൊളിഞ്ഞതും പണി തീരാത്തതും മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്തതായ വീടുകളൊക്കെ നമുക്ക് 2 സൈഡിൽ കാണാൻ പറ്റും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ കണ്ടേക്കുന്ന കുറേ സീരിയൽ കില്ലിങ് അല്ലെങ്കിൽ ഹൊറർ മൂവീസിലൊക്കെ കാണുന്ന സ്ഥലങ്ങളൊക്കെ പോലെ. അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റോഡുകൾ കേട്ടോ. ഈ ഒരു പ്രദേശത്തേക്കൊക്കെ വരുമ്പോൾ കുണ്ടും കുഴിയുള്ളതും അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്കൊക്കെ നടക്കുന്ന കുറേ ഏരിയകളൊക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് ജോർജിയയുടെ കുറച്ച് ചരിത്രം നോക്കാം. പറഞ്ഞു വരുമ്പോൾ ഒരു യൂറോപ്യൻ രാജ്യമാണ്, പക്ഷേ US-ൻ്റെ ഒരു സംഭവമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഹിസ്റ്ററി ഒട്ടും ഇഷ്ടമല്ലാത്ത എനിക്ക് പരിമിതമായ അറിവുകളേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്ന ഒരു കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്താട്ടോ. ഒരു 11-ാം നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ട് ആ കാലഘട്ടങ്ങളിൽ ഇതൊരു ശക്തമായ രാജ്യമായിരുന്നു. വാണിജ്യം, കല അങ്ങനെയൊക്കെ ആയിട്ട് ഇത് വളർന്നു വരുന്നു. എന്തായാലും അത്രയും ബാക്കിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു 1801 ശേഷം ജോർജിയ മൊത്തത്തിൽ റഷ്യയുടെ അണ്ടറിലായി. അതിനുശേഷം 1918 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ജോർജിയ സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്. പക്ഷേ അവർ 1921 സോവിയറ്റ് യൂണിയനിൽ ചേരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നു, വീണ്ടും സ്വതന്ത്രമാവുന്നു. പക്ഷെ അപ്പോഴൊക്കെ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഇവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമൊക്കെ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അത്രമാത്രം മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവർ ടൂറിസമൊക്കെ നല്ലപോലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ വൈൻ നിർമ്മാണവും ഇവരുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണെന്ന് തന്നെ പറയാം. മനസ്സിലാവുന്നുണ്ടാവല്ലോ അഞ്ജലിക്ക്? മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. എല്ലാവരും കേൾക്കാനാ പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ പറയണം. ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ജോർജിയ എന്ന് പറയുന്നത് ഒരുപാട് പൂക്കളും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി നിൽക്കുന്ന വളരെ മനോഹരമായ തെരുവീതികളൊക്കെ ഉള്ളൊരു ജോർജിയ, മഞ്ഞുകാലത്ത് മഞ്ഞ് വീണ് കിടക്കുന്നൊരു ജോർജിയ, അതൊക്കെയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വഴികളും ഇങ്ങനത്തെ വീടുകളും ഇങ്ങനത്തെ സ്ഥലങ്ങളും ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും കാണണം. ചിലപ്പോൾ പലരുടെയും മനസ്സിൽ എൻ്റെ പോലത്തെ തന്നെയായിരിക്കും ജോർജിയ ഉണ്ടായിട്ടുണ്ടാവുക. നമ്മൾ ഈ ഷെയ്ഖ് സായിദ് റോഡൊക്കെ കണ്ടു വന്നിട്ട് പിന്നെ മുസ്തഫ ഏരിയയിലോട്ടൊക്കെ കയറുന്ന പോലത്തെ ഒരു സംഭവമില്ലേ, അങ്ങനത്തെ ഒരു ഫീലായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. പക്ഷേ ഇവിടുത്തെ വീടുകളും ഈ ഒരു ഏരിയയൊക്കെ കാണാൻ നമുക്കൊരു പുതുമയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനൊക്കെ എന്തോ ഒരു കുളിർമയുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ്. ഇതാണ് അലവേർദി മൊണാസ്ട്രി. പേരിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇത് തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ അലവേർദി മൊണാസ്ട്രി എന്ന് തന്നെയാണ് ഞാൻ കേട്ടത്. ജോർജിയയിലെ പഴക്കം ചെന്ന മൊണാസ്ട്രികളിൽ ഒന്നാണിത്. അപ്പോൾ അലവേർദി മൊണാസ്ട്രിയുടെ ഹിസ്റ്ററിയിലേക്ക് നമുക്ക് വരാം. ഇന്ന് എല്ലാത്തിനും ഹിസ്റ്ററി പഠിപ്പിച്ച് ഞാനൊരു വഴിക്കാക്കും. ഏകദേശം ഒരു 6-ാം നൂറ്റാണ്ടിൽ സിറിയൻ സന്യാസിയായിട്ടുള്ളൊരു യോസഫ് അലവേർദലി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആളാണ് ഈ സ്ഥലം സ്ഥാപിച്ചത്. അതിനുശേഷം 11-ാം നൂറ്റാണ്ടിൽ ഇത് വലിയ കത്തീഡ്രലായിട്ട് മാറി. ഇപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും കൂടി അത് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ ക്യാമറയൊക്കെ എടുത്തിട്ട് നേരെ അകത്തോട്ട് കയറിയപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, മോനെ കളസം ഇട്ടിട്ട് കയറടാന്ന് പറഞ്ഞു. സാധാരണ എവിടെ പോയാലും മറിയാമ്മയ്ക്കാണ് പണി കിട്ടാറ്. ഒന്നില്ലെങ്കിൽ തലവഴി മുണ്ടിടണം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുതയ്ക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് എനിക്ക് ഈ പണി കിട്ടിയതിൽ മറിയാമ്മ വളരെ സന്തോഷവതിയാണ്. ഇവർക്ക് കാല് മറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നു എന്നതിനെ പറ്റിയിട്ട് ഒരു ഗഗനമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഞാൻ അവരോടൊന്നും ചോദിക്കാൻ പോയില്ല. കാരണം എന്തിനാണ് വെറുതെ അന്യനാട്ടിൽ പോയി വല്ലവരുടെയും വായിലിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്, നടന്നോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറിയാമ്മ പിന്നെ കീ കൊടുത്ത പാവം ഓണോ ആയാലും ഇങ്ങനെ സ്ട്രെയിറ്റ് നടന്നു പോയിക്കൊണ്ടിരിക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ മാറി നിൽക്കും, ഇവളിത് എവിടം വരെ പോകും എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കവാടമാണ്. നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നും കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. കാരണം ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഈ ഒരു ഹിസ്റ്ററി പറയാൻ കാരണം നിങ്ങൾ കയറുമ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി അറിഞ്ഞിട്ട് കയറുന്നതും അല്ലാതെ വെറുതെ കയറി പോകുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു അതിൻ്റെ ഒരു വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത്ര വർഷം മുമ്പ് ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത്. മെയിൻ എൻട്രൻസും കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല മനോഹരമായിട്ടൊരു ഗാർഡൻ, അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഏരിയയാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് നല്ല മഴക്കാരൊക്കെ ഉള്ള ഒരു ആകാശമുള്ളതിൻ്റെ പേരിൽ ആ ഒരു മൊണാസ്ട്രിയുടെ ഭംഗി ഇങ്ങനെ അങ്ങോട്ട് തെളിഞ്ഞ് നിൽക്കുമായിരുന്നു നമ്മൾ ചെന്നപ്പോൾ.
അലവേർഡ് മൊണാസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഹേത്തി ഏരിയയിലെ ഏറ്റവും വലിയൊരു മൊണാസ്ട്രി എന്ന് തന്നെ പറയാം. ഏകദേശം 55 മീറ്ററോളാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അവിടെ ഇത്രയും വലിയൊരു ബിൽഡിംഗ് വേറെ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഭവം 1000 വർഷത്തിൽ കൂടുതൽ പഴക്കം ചെന്ന വൈൻ നിർമ്മാണ പാരമ്പര്യമാണ് ഈ ഒരു മൊണാസ്ട്രിക്കുള്ളത്. ഇവിടെ ഇങ്ങനെ എവിടെ ചെല്ലുമ്പോഴും മുന്തിരിയുടെ ബഹളമാണ്. ഇങ്ങനെ ഗ്രേപ്സിൻ്റെ കുറേ സംഭവങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക തന്നെ ഭംഗി തന്നെയുണ്ട്. മൊത്തത്തിലൊരു റിനോവേഷൻ നടക്കുന്നതിൻ്റെ പേരിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ അപ്പുറത്തോട്ടും കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ അച്ഛന്മാർ അല്ലെങ്കിൽ സന്യാസിമാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലമായിരിക്കണം. അതൊക്കെ കുറച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മൾ നേരെ മൊണാസ്ട്രിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. ക്യാമറ ഈ ഒരു വാതിൽ വരെയുള്ളൂ, അതിനപ്പുറത്തേക്ക് അലൗഡ് അല്ല. എന്തായാലും അതിൻ്റെ ഉള്ളിലത്തെ ഒരു സൈലൻസും ആ ഒരു അന്തരീക്ഷവും ആംബിയൻസും എല്ലാം കൂടിയിട്ട് ഭയങ്കര ഒരു പരിഭാവനമായ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നും. എന്തായാലും എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ പുറത്തേക്ക്, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. സൊവനീഴ്സൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. ഇതേപോലെ കയ്യിലിടാൻ പറ്റുന്നതും കഴുത്തിലിടാൻ പറ്റുന്നതായ നല്ല കളറിലുള്ളതും അതേപോലെ ക്രോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ എവിടെ ചെന്നാലും എന്തെങ്കിലും ഒന്ന് അവിടെ നിന്ന് വാങ്ങിക്കും, അവിടുത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കൈമിടുമ്പോൾ. അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ തിരിച്ചു പോവാണ്. കഹേത്തിന്ന് പിന്നെ ടെലവി പിന്നെ ടിബ്ലിസി അങ്ങനെയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അതൊന്ന് കയറി കാണണമെന്ന് നമ്മളോട് നമ്മുടെ ലൂക്ക പറഞ്ഞു. മ്യൂസിയം ഒന്നും നമുക്ക് വലിയ താല്പര്യമില്ല, എന്നാലും അവൻ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല വൈനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായി. നമ്മൾ നേരെ വിട്ടു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ നേരെ ഇവിടെ നിന്ന് ഒരു 20 ലാറി കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് നമ്മളൊരു ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറേണ്ടത്. ഇവിടെ രാവിലെ 10 മണി തുടങ്ങിയിട്ട് വൈകുന്നേരം 6 മണി വരെ ഓപ്പൺ ആയിരിക്കത്തുള്ളൂ. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് ആ മെയിൻ ഗേറ്റ് കടന്ന് ഇങ്ങനെ നടന്നു വന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു തോന്നലുണ്ടാവും, ഇതിന് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട് ഈ ഒരു സ്ഥലത്തിനെന്നുള്ളത്. നമുക്ക് ആ ഒരു മണിച്ചിത്രത്താഴിൻ്റെ വീണയുടെ സൗണ്ടൊക്കെ അങ്ങോട്ട് മനസ്സിലേക്ക് കയറി വരും. ഞാൻ എന്താണെന്ന് അറിയില്ല, ഞാൻ ഇങ്ങനെ ഇതിനെ പലതുമായിട്ട് റിലേറ്റ് ചെയ്യും. അതെൻ്റെ ഒരു സ്വഭാവമായി പോയി. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഈ മ്യൂസിയം എന്ന് പറയുന്നത് ഒരു വീടാണ്. അലക്സാണ്ടർ ചാവ്ചവസ്ദേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാഹിത്യകാരനുണ്ട്. സാഹിത്യകാരൻ മാത്രമല്ല, ആളൊരു സൈനികനും കൂടിയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വീടാണ് ഈ സംഭവം. ആളന്ന് യൂസ് ചെയ്തിരിക്കുന്ന ആളുടെ പേന തുടങ്ങിയിട്ട് അല്ലെങ്കിൽ കട്ടിലുകൾ, അതേപോലെ ആളുടെ കുടുംബത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ ചരിത്രങ്ങളും കാര്യങ്ങളുമാണ് നമ്മളവിടെ കാണാൻ പോകുന്നത്. അവരുടെ കുടുംബകാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്കെന്ത് കാര്യം എന്ന് നമുക്ക് തോന്നാം. പക്ഷേ നമുക്കവിടെ കാണാൻ കിട്ടുന്നത് 1786 1846 കാലഘട്ടങ്ങളിലുള്ള ആ ഒരു വീട് നിർമ്മാണങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു റൂമുകളും അങ്ങനത്തെയുള്ള കുറേ സംഭവങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇതേപോലത്തെ അണ്ടർഗ്രൗണ്ടുകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ കിട്ടും. അന്നത്തെ ഫർണിച്ചറുകൾ, അന്നുണ്ടാക്കിയേക്കുന്ന ഡ്രസ്സുകൾ, അതൊക്കെ അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കാണ്. അവർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സുകൾ, ഈവൻ ബുക്സ് ഒക്കെ അവിടെ തുറന്നു വെച്ചിട്ട് അവർ വായിക്കാനായിട്ട് അവിടെ ഇരിക്കുന്ന സ്ഥലത്തുള്ള ബുക്സുകൾ തുറന്നു വെച്ചേക്കുന്നത് ഈ അലക്സാണ്ടർ ചാവ്ചവസ്ദേ എന്ന് പറഞ്ഞ ആൾ എഴുതിയേക്കുന്ന ലേഖനങ്ങളെല്ലാം. പുള്ളിനെ അറിയപ്പെട്ടിരുന്നത് ജോർജിയയുടെ റൊമാൻറ്റിസത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ട് നടന്ന് നമ്മൾ നേരെ വൈനറിയിലേക്ക് എത്തി. വൈനിൻ്റെ ഒരു കമനീയ ശേഖരം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പല ടൈപ്പിൽ പല വെറൈറ്റിയിൽ. ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കുറച്ച് വൈനുകളൊക്കെ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുമ്പ് തന്നെ അവിടെ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അവരിരുന്ന് വൈൻ അടിയോട് അടിയാണ്. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് 1-2 ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നില്ല. ഞങ്ങൾ നേരെ പുറത്തോട്ടിറങ്ങി വെയിലടിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വരെ മറിയാമ്മയ്ക്ക് വിശക്കണം എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ്, ഒരു കാപ്പുച്ചിനോ, പിന്നെ ഈ മഫിൻ പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ ഓർഡർ ചെയ്തു. അവിടുത്തെ ഒരു ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഈ സാധനം ഇങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പിള്ളേർക്ക് റാഗിയൊക്കെ കുറുക്കി കൊടുക്കുന്നവരെ ചോക്ലേറ്റ് ഇതേപോലെ ഇങ്ങനെ കുറുക്കി തന്നേക്കാണ്. ആക്ച്വലി നമ്മൾ ശരിക്കും ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ കോരി കഴിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അവിടെ എവിടെ ചെന്നാലും ഇങ്ങനത്തെ കിട്ടുന്നുള്ളൂ. നമ്മൾ എന്നിട്ട് അവരോട് വീണ്ടും പറയും കുറച്ചും കൂടി മിൽക്ക് മിക്സ് ചെയ്തിട്ട് തരണം. ഇതിൻ്റെ ഉള്ളിലൊന്നും ഈ വീഡിയോ എടുക്കുന്നത് അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങേരുടെ വീട്ടിലുള്ള സംഭവങ്ങളൊന്നും കാണിച്ചു തരാതിരുന്നത്. ഇതുപോലെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം അവർ അലൗ ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ. കുറച്ച് നേരം നമ്മളവിടെ മഴയൊക്കെ കണ്ടിട്ട് നിന്നു. നമ്മൾ വന്ന ടൈമിൽ തന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിരുന്നു നമ്മളൊരു കുട വാങ്ങിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടയൊക്കെ ചൂടി ഞങ്ങൾ പതുക്കെ മഴയത്തൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നടന്നു. അവിടെയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് മറിയാമ്മയുടെ റീൽ പ്രഹസനങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പൊതുവേ വീഡിയോസിലും കാര്യങ്ങളിലൊന്നും നിൽക്കാൻ താല്പര്യമില്ലാത്ത എന്നെ ഭീഷണിപ്പെടുത്തി മറിയാമ്മ റീൽസിനുള്ള സെറ്റപ്പൊക്കെ തട്ടിക്കൂട്ടാണ്. ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് എങ്കിലും എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ടാണ് മറിയാമ്മനെ പിടിച്ചു നിർത്തിയത്. അങ്ങനെ ആ ഒരു നിർബന്ധം കാരണം ഇങ്ങനെ ഒരു വീഡിയോയിൽ മുഖം കാണിക്കാനുള്ള അവസരം കിട്ടി എനിക്ക്.
പോരാത്തിന് നല്ല ലൈറ്റിങ്ങും നല്ലൊരു കളർ ഗ്രേഡൊക്കെ ഉള്ള ഒരു സ്ഥലം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എന്തായാലും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് മറിയാമ്മയ്ക്ക് എടുത്തു കൊടുത്ത് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇനി ടിബ്ലിസിക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ട്രഡീഷണൽ ഫുഡൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി പ്ലേസ് ഉണ്ട്, അവിടെ നിർത്തി ഫുഡ് കഴിക്കാമെന്നാണ് ലൂക്ക പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഇവിടുത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ വളരെ മനോഹരമായൊരു റോട്ടിൽ കൂടെ ഉണ്ടോ നമ്മൾ ഈ ഒരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള മരങ്ങൾ, അതിൽ കുറേ ഇലകൾ പൊഴിഞ്ഞു കിടക്കുന്നു. മഴയൊക്കെ പെയ്തങ്ങ് തോർന്നിട്ടുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഈ ഒരു ട്രാവലിംഗ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഹേത്തി തന്നെയാണ് വൈൻ ടൂറൊക്കെ കൂടുതലുള്ളത്. അപ്പോൾ വൈൻ ടൂറൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരു പൊക്കോളും നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല, വീഡിയോ ഭയങ്കര ലോങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു 40-45 മിനിറ്റോട് കൂടിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻറ്റ്, കുറേ പൂക്കളും കുറേ ചെടികളും ഒക്കെ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ മലകൾ അപ്പുറത്തേക്ക്, അതേപോലെ ഒരു ഗോൾഡൻ കളറിൽ തന്നെ സെറ്റ് ചെയ്തേക്കുന്നിട്ട് കുറേ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ആ സന്ധ്യയായതിൻ്റെ ഒരു ഗോൾഡൻ കളറും ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ആംബിയൻസും ഇങ്ങനെയും കൂടി അതിൻ്റെ പേരിൽ വല്ലാത്തൊരു ഫീലായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ തന്നെ. ചെന്ന് കയറിയ വഴി തന്നെ നമ്മൾ നമ്മുടെ ദേശീയ പാനീയം ഒന്ന് ഓർഡർ ചെയ്ത് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് അങ്ങോട്ട് കുളിർപ്പിച്ചു. അവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ബീർ നമുക്ക് കിട്ടിയായിരുന്നു. ഒന്ന് റിഫൈൻഡും ഒന്ന് അൺറിഫൈൻഡും. റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ അത് ഇതൊക്കെ ആയിട്ടുള്ളതും, മറ്റേതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തനതായ ടേസ്റ്റ്, നമുക്ക് വല്ലാണ്ട് ക്ലിയർ ഫിൽറ്ററൊക്കെ ചെയ്യാതെ എടുത്തേക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രത്യേകത. മറിയാമ്മ അങ്ങനെ ഒരു ലോഡ് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ ബീഫ് അങ്ങനെ ഇങ്ങനെ. അവിടെ ഒരു ബ്രെഡും കിട്ടും നമുക്ക് ഇതൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ. അങ്ങനെ അതും കൂട്ടി മറിയുമ്പോൾ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വെറുതെ ഒന്ന് ചായ കിട്ടുമോ എന്ന് ചോദിച്ചതാണ്. അവർ പറഞ്ഞു യെസ്, ചായ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. വൈശാലി സിനിമയിൽ യാഗം നടത്തിയതിന് ശേഷം മഴ പെയ്തപ്പോൾ ആൾക്കാരുടെ മുഖത്തുണ്ടായ അതേ സന്തോഷം ഞാനിന്ന് ഇവിടെ ജോർജിയയിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് മറിയാമ്മയുടെ മുഖത്ത് കണ്ടു. അങ്ങനെ ആ ചായയും കുടിച്ച് ആൾ ഭയങ്കര ഹാപ്പിയായി. നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ടിബ്ലിസിയിലോട്ട് വിട്ടു. ഈ ടിബ്ലിസിയിലോട്ട് വിടാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, ഇതേവരെ നമ്മളവിടെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്, കഹേത്തി ടെലവി. ആ വഴിക്ക് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളിത് കാണുവാണെങ്കിൽ കയറി കഴിച്ചോളൂ. നല്ല ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. നല്ല ടേസ്റ്റും നല്ല ട്രഡീഷണൽ ഫുഡും കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തപ്പോഴേക്കും നമ്മൾ ടിബ്ലിസി ടൗണിലേക്ക് എത്തി. ചെന്ന അന്ന് തുടങ്ങി, അല്ലെങ്കിൽ അത്രയും നേരം നമ്മൾ ഗ്രാമങ്ങളിൽ കൂടെ ട്രാവൽ ചെയ്തിട്ട് പെട്ടെന്ന് ഈ സിറ്റിയിലത്തെ ലൈറ്റും തിരക്കും ബഹളങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ചു, ഓക്കെ കൊള്ളാലോ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലേസ്. നേരെ നമ്മൾ ഹിൽട്ടൺ ഗാർഡനിലേക്ക് എത്തി ചെക്ക് ഇൻ ചെയ്ത്. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെപ്പോഴും ഹോട്ടൽസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ റേഞ്ച് വേണം നോക്കാനായിട്ട്. കാരണം 2 സ്റ്റാർ 3 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലോ ക്വാളിറ്റി ആയിരിക്കുള്ളൂ. ഇതിപ്പോൾ ഒരു 4 സ്റ്റാർ ഹോട്ടലാണ് ഈ കാണുന്നത്. വളരെ ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടുത്തെ മിക്ക ഹോട്ടലുകളും ഇങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സെറ്റപ്പിലൊക്കെ നിൽക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോട്ടൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. എപ്പോഴും 4 അല്ലെങ്കിൽ 5 ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ചെന്ന വഴി തന്നെ മറിയാമ്മ എന്തൊക്കെയോ സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, സാൻഡ്വിച്ച് പോലെ എന്തൊക്കെയോ. ആ ബ്രെഡൊക്കെ എടുത്തൊരു കടി കടിച്ചിട്ട് പല്ലൊടിയാഞ്ഞത് ഭാഗ്യം, എന്താണ്ട് തല്ലിപ്പൊട്ടിച്ച് തിന്നേണ്ട അവസ്ഥയിലേക്കായിരുന്നു അത്. നമ്മുടെ ടൂർ അറേഞ്ച് ചെയ്തിരുന്ന ടീമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിലിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. മറിയാമ്മയുടെ ഫ്രണ്ടാണ് ആൾ. മറിയാമ്മ എന്ന് പറയരുത്, ഡയാന എന്ന് പറയണം, പേര് പറയണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇത്ര നേരത്തെ ട്രാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആകെ ടയർഡാണ്. നാളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ ഗുദൗരി എന്ന് പറഞ്ഞിട്ടുള്ള ഹിൽ ഏരിയ ഉണ്ട്, അങ്ങോട്ടാണ് നാളെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്, താങ്ക്സ്.